بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പാറൽ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഈ യൂണിറ്റിൻ്റെ മുജാഹിദ് സമ്മേളനം സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന നമ്മുടെ പ്രബോധനത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാതലായ വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെടാനിരിക്കുകയാണ്. മുഖ്യപ്രഭാഷണത്തിന് മുമ്പ് ഒരു പ്രസംഗം എന്നത് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ലേക്കുള്ള ഒരു വേദി, ഒരു കളമൊരുക്കുക എന്ന നിലയ്ക്ക് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സക്കരിയ സ്വലാഹിക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മഹത്തായ ഈ സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, അതിന് ഈ കേരളക്കരയിൽ അതിന് സ്വാധീനം ചെലുത്തുവാനും മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും സാധിച്ചതിൻ്റെ ഏറ്റവും പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടു നോക്കാം എന്ന മനസ്സുള്ള ഒരു കൂട്ടം ആളുകളാണ്. നാം പ്രബോധന രംഗത്ത് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനമാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു നേരം നമസ്കരിക്കാത്ത, എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിക്കുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ പോലും ഇത്തരമൊരു പ്രഭാഷണം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കയ്യേറ്റം നടത്തുന്നതും കല്ലെറിയുന്നതും കൂക്കി വിളിക്കുന്നതും ഒരു പുണ്യകർമ്മമാണെന്ന് വിചാരിക്കത്തക്ക വിധത്തിൽ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കും പ്രസംഗകന്മാർക്കും സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവർ, ആദരിക്കാത്തവർ, പ്രവാചകന്റെ മൗഇസത്ത് അംഗീകരിക്കാത്തവർ, സ്വലാത്ത് ചെല്ലാത്തവർ, വിശുദ്ധ ഖുർആന് തോന്നിയതുപോലെ അർത്ഥം പറയുന്നവർ, മരിച്ചാൽ ശേഷം ഒരു ദിക്റും ചെല്ലാത്തവർ, ഇങ്ങനെ ഒരു സാമാന്യമായ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ എത്ര ശക്തമായ വിരോധം നമ്മളെപ്പറ്റി സൃഷ്ടിക്കാൻ പറ്റുമോ അതിനു തക്കതായ ധാരാളക്കണക്കിന് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ഈ മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പരിപാടി എന്ന് പറയുമ്പോഴേക്കും തന്നെ ആൾക്കാർക്ക് ബേജാറാണ്, ആകെ പൊറുതേടാണ്. ആ പരിസരത്തേക്കാരും വരൂല, അന്നത്തെ എല്ലാവരും നേരത്തെ കടയടച്ചു പോകും. ഇതൊക്കെ കുറേ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം കണ്ടതാണ്. പക്ഷേ അത്തരം പ്രദേശങ്ങളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ അപൂർവമായി ചില ആളുകളെ കാണാൻ പറ്റും. ഇവർ പറഞ്ഞതൊക്കെ ശരിയായിക്കോട്ടെ, എന്നാലൊന്ന് കേട്ടുവെക്കാം. അവിടെ പോയിരിക്കൊന്നും വേണ്ട, സാസ് പോയിരിക്കൊന്നും വേണ്ട, നല്ല മൈക്കല്ലേ, ദൂരെ നിന്നൊന്ന് കേട്ടുവെക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത്. ഇന്നു ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്. ഏത് ടൗണിൽ ചെന്ന് ചോദിച്ചാലും സലഫി മസ്ജിദ് എന്നൊരു ഓട്ടോറിക്ഷ വിളിച്ച് ചോദിച്ചാൽ സലഫി മസ്ജിദിൽ കൊണ്ടുപോയാക്കും. അത്രമാത്രം ഈ സലഫി പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ സഹോദരങ്ങളെ, തെറ്റിദ്ധാരണകൾ കുറേ ആളുകൾക്ക് നമ്മൾ ദൂരീകരിച്ചു കൊടുത്തെങ്കിലും പുതിയ പുതിയ തെറ്റിദ്ധാരണകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാഹചര്യം ഇന്നുണ്ട്. പക്ഷേ അല്പം വേദനയോടുകൂടെ ഇതിവിടെ പറയുന്നതിൻ്റെ ഔചിത്യവും അനൗചിത്യവും ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരു വേള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് കേട്ടും മനസ്സിലാക്കിയും ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം എന്ന ഒരു ആർജവത്വം
മുജാഹിദുകളായ ആളുകൾക്കുണ്ടായിരുന്നു ഈ നാൾ വരെ. പക്ഷേ പുതിയ പുതിയ തെറ്റിദ്ധാരണകൾ രൂപീകരിച്ച് വരുമ്പോൾ ഒന്ന് പോയി കേട്ടു നോക്കാം എന്ന ആ മനസ്സ് നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് നാം ആശങ്കയോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് മുജാഹിദ് ആദർശം ഉൾക്കൊണ്ടവരോടും അല്ലാത്തവരോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലെ ഒരു പണ്ഡിതനും പ്രഗത്ഭമതിയുമായ ഒരു പ്രസംഗകനാണ് സക്കരിയ സ്വലാഹി. ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ തൗഹീദിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളെ ദൂരീകരിക്കത്തക്ക വിധത്തിലാണ് ഈ പ്രഭാഷണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എനിക്ക് പറയുവാനുള്ളത്, ഈ പരിസരത്തുള്ള മുജാഹിദുകളും അല്ലാത്തവരുമായ എല്ലാ ആളുകളോടും പറയാനുള്ളത്, അള്ളാഹു നമുക്ക് തന്ന ഈ കാത്, ഈ കണ്ണ്, ഈ ഹൃദയം നാളെ ഒരു വിചാരണയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻകു മസ്ഊല. അതുകൊണ്ട് നാളെ പരലോകത്ത് ഒരു നഷ്ടക്കാരൻ, ഒരു നരകക്കാരനായി മാറുന്നത് ഈ കണ്ണും ഈ കാതും ഈ ഹൃദയവും ഉപയോഗിക്കാത്തതിൻ്റെ പേരിലാണെങ്കിൽ അത് വലിയ ഖേദം നാളെ പരലോകത്ത് നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു സാഹചര്യത്തിൽ ഒരു സമ്മേളന പന്തൽ മഴയില്ലാതെ കേൾക്കാൻ നമുക്ക് സാഹചര്യം ഒരുങ്ങുമ്പോൾ പുറത്തു നിന്നോ ദൂരെ നിന്നോ അടുത്ത് നിന്നോ റോഡ് സൈഡിൽ നിന്നോ പന്തൽ കയറിയിരുന്നോ ഇതൊന്ന് ആദ്യാവസാനം വരെ ഒന്ന് കേട്ടു നോക്കാം എന്ന് തെറ്റിദ്ധരിച്ചവരും തെറ്റിദ്ധരിക്കാത്തവരും എല്ലാവരും മനസ്സു കാണിച്ചാൽ അതായിരിക്കാം ഈ പരിപാടിയുടെ വിജയം എന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ പരലോകത്ത് സ്വർഗമാണ്, പരലോകത്ത് വിജയമാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, റബ്ബേ നേരായ വഴിയിൽ എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ ഇന്ന് മഗ്‌രിബിക്കും. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ വഴി കണ്ടെത്തുവാനുള്ള എളിയ പരിശ്രമങ്ങളാണ് ഇത്തരം സദസ്സുകളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഇവിടുത്തെ ഈ പ്രവർത്തകന്മാർ വളരെ കുറഞ്ഞ ആളുകളായിരുന്നിട്ടും വളരെ കുറഞ്ഞ സൗകര്യങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളമുള്ളൂ. എന്നിട്ടും ഇത്ര മനോഹരമായ ഒരു വേദി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. ഏതായിരുന്നാലും ഇത്തരം ഒരു നല്ല കാര്യത്തിലേക്ക് വരികയും ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഇവിടെ ഇത് കേൾക്കാൻ താല്പര്യപൂർവ്വ ദീനി ഉദ്ദേശത്തോടു കൂടെ പ്രതിഫലാഗ്രഹത്തോടെ ഇവിടെ വരികയും ചെയ്ത നമുക്ക് എല്ലാവർക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ തൗഹീദിൻ്റെ ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് തെറ്റിദ്ധാരണ ദൂരീകരിക്കുവാനും തൗഹീദിനെ വേറിട്ട് മനസ്സിലാക്കുവാനുമുള്ള ഒരു നല്ല സംസാരിക്കുവാനുള്ളൊരു തൗഫീക്ക് നമ്മുടെ സഹോദരൻ സക്കരിയ സ്വലാഹിക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇതൊരു പുണ്യകരമായി നമ്മൾ സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ